അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം ബിൽ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന അറിവുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന അറിവ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ. മഹദി അവിടുന്ന് പറഞ്ഞു തരുന്ന ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശറും മിൻ ഫിത്രതി. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുന്നു 10 കാര്യങ്ങൾ, അത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. 10 നല്ല കാര്യങ്ങൾ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഈ പറയുന്ന 10 ഗുണങ്ങൾ പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. ഈ പറയുന്ന 10 ഗുണങ്ങൾ എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക, ഇല്ലാത്തവർ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പ്രവാചകന്മാരുടെ ചര്യ മുറുകെ പിടിക്കുക. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഖസ്സു ഷാരിബി, മീശ വെട്ടുക എന്നത്. മീശ വെട്ടുക എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം ഇഅ്ഫാഉൽ ലഹ്യത്തി, താടി നീട്ടി വളർത്തുക. താടി നീട്ടി വളർത്തുക, മീശ വെട്ടുക എന്നത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ നേരെ തിരിച്ചാണ്. മീശ ഒന്നുകിൽ വടിക്കും, താടി വടിക്കും, അല്ലെങ്കിൽ മീശ വളർത്തും, താടി വെട്ടിക്കളയും. നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്, അവർ മീശ വെട്ടുമായിരുന്നു, വടിക്കലല്ല, മീശ വെട്ടും. പക്ഷേ താടി അവർ നീട്ടി വളർത്തുമായിരുന്നു. അതൊരു ഷിആറാണ്, പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണത്. അപ്പം മൂന്നാമതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്മാരുടെ ചര്യയിൽ നിന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം വസിവാഖു, അവർ ദന്തശുദ്ധീകരണം. പല്ല് തേക്കുമായിരുന്നു, വിസ്വാക്ക് ചെയ്യുമായിരുന്നു. അത് രാവിലെയും രാത്രിയിലും മാത്രമല്ല, അവരെപ്പോഴും അവിടുന്ന് അവരുടെ പല്ലുകൾ ശുദ്ധീകരിക്കുമായിരുന്നു. അത് പ്രവാചകന്മാരുടെ ചര്യ. ആ ശുദ്ധീകരണത്തിന് വല്ലാത്ത മഹത്വമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അൻ ആയിഷത റളിയല്ലാഹു തആല അൻഹ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അസ്സിവാഖു മത്ഹറുൻ ലിൽ ഫമി മർളാത്തുൽ ലിറബ്ബി. അല്ലാഹുവെ, മിസ്വാക്ക് ചെയ്യൽ, പല്ല് ശുദ്ധീകരിക്കൽ മാത്രമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടെയാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. അത് അള്ളാഹുവിൻ്റെ തൃപ്തി വരെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ വെറും വാ ശുദ്ധീകരിക്കൽ, പല്ല് ശുദ്ധീകരിക്കൽ മാത്രമല്ല, അതങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നമസ്കാരത്തിന് പോലും വലിയ മഹത്വം. عن عائشة رضي الله تعالى عنها عن النبي صلى الله عليه وسلم قال ركعتان بسواك أفضل من 70 ركعة بغير سواك. അവിടെ നിന്ന് മഹദി പറയുകയാണ്, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന. മിസ്വാക്ക് ചെയ്യാതെയുള്ള 70 റക്അത്തിനേക്കാളും ഉത്തമമാണ് മിസ്വാക്ക് ചെയ്തിട്ടുള്ള 2 റക്അത്ത്. അത്രയും മഹത്വം അതിനുണ്ട്. കാരണം മിസ്വാക്കിനൊക്കെ വല്ലാത്ത അതിൻ്റെ ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഖസ്സു ഷാരിബി വഇഅഫാഉൽ ലഹ്യതി വസ്സിവാഖു വൽഇസ്തിൻഷാഖു ബിൽ മാ. വുളു ചെയ്യുന്ന സമയത്ത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം, വുളുവെടുക്കുന്ന സമയം അവർ മൂക്കിൻ്റെ ദ്വാരം നല്ലതുപോലെ മൂക്ക് ശുദ്ധീകരിക്കുമായിരുന്നു. വെള്ളമൊക്കെ കഴിവിൻ്റെ നല്ല രീതിയിൽ ഉൾഭാഗത്തേക്ക് കയറ്റി അവർ ശുദ്ധീകരിക്കുമായിരുന്നു. അങ്ങനെ ശുദ്ധീകരിക്കുന്നത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാ. അഞ്ചാമത്തെ കാര്യം വഖസ്സുൽ അളുഫാരി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചില ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കഴുകേണ്ട ചില അവയവങ്ങളുണ്ട്. അഴുക്കുകൾ
കയറിയിരിക്കുന്ന ചില അവയവങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള അവയവങ്ങൾ നല്ല രീതിയിൽ ഉതുവെടുക്കുമ്പോൾ കുളിക്കുമ്പോൾ നല്ല നിലയിൽ അവർ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് കഴുകുമായിരുന്നു. ചെവി, മൂക്ക്, കക്ഷത്തിൻ്റെ ഭാഗം, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി അഴുക്കുകൾ ഇരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ വൃത്തിയായി കഴുകൽ അത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആറാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കക്ഷത്തിലെ രോമങ്ങൾ പിഴുതുകളയുക. കക്ഷത്തിലെ രോമങ്ങൾ പിഴുതുകളയുക അത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട ഒരു കാര്യമാണ്. എട്ടാമത്തെ കാര്യം ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ വൃത്തിയാക്കുക. ഗുഹ്യഭാഗങ്ങളുടെ രോമങ്ങൾ അത് വൃത്തിയാക്കൽ അത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാ, അല്ലാതെ ഇങ്ങനെ കൊണ്ട് നടക്കലല്ല. അതുപോലെ തന്നെ വെള്ളം കൊണ്ടുള്ള ശൗചാലയം ശുദ്ധീകരിക്കൽ, ബാത്റൂമിലും ടോയ്ലറ്റിലോ പോയി കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് തന്നെ ശുദ്ധീകരിക്കുക എന്നത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. അവിടെ നിന്ന് പറയുന്നു പത്താമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പത്താമത്തെ കാര്യം ഞാൻ മറന്നുപോയി, അത് വായിൽ വെള്ളം കൊണ്ട് നമ്മൾ ഉളുവെടുക്കുന്ന സമയം വായിൽ വെള്ളം കൊണ്ടിട്ട് ഇങ്ങനെ നമ്മൾ കുപ്പിളിക്കാറുണ്ട് നല്ല നിലയിൽ. അപ്പോൾ വായിൽ വെള്ളം കയറ്റി കഴുകൽ അതാണ് എന്ന് അവിടെ നിന്ന് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നിവേദനം ചെയ്യുന്ന സ്വഹാബി പോലും പറയുകയാണ്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒന്നാമത്തെ കാര്യം മീശ വെട്ടൽ, 2 താടി നീട്ടി വളർത്തൽ, 3 ദന്തശുദ്ധീകരണം, 4 മൂക്കിൽ വെള്ളം കയറ്റി ശുദ്ധീകരിക്കൽ, 5ാമത്തെ കാര്യം നഖം വെട്ടൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഖം വെട്ടുക നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് നടക്കലല്ല, അത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. കാരണം അത് വിരലുകൾക്കിടയിൽ അഴുക്കുകളും മറ്റുള്ളതൊക്കെ കയറിയിരിക്കാൻ നഖത്തിൻ്റെ അടിയിൽ, അതുകൊണ്ട് ശുദ്ധീകരിക്കൽ. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചുളിഞ്ഞ ഭാഗങ്ങൾ, അഴുക്കുകൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നല്ല വൃത്തിയായ രീതിയിൽ കഴുകി ശുദ്ധീകരിക്കുക. അതുപോലെ രോമങ്ങൾ, കക്ഷത്തിലെ രോമങ്ങൾ പിഴുതുകളയുക, ഗുഹ്യ രോഗങ്ങളൊക്കെ വടിക്കുക. അതുപോലെ വെള്ളം കൊണ്ട് ടോയ്ലറ്റിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക. അതുപോലെ തന്നെ നല്ല നിലയിൽ കഴുകി ശുദ്ധീകരിക്കുക. ഈ പറയുന്ന 10 ഗുണങ്ങൾ പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ചര്യകൾ മുറുകെ പിടിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ സ്നേഹിച്ച് അവർ വഴിയിൽ സഞ്ചരിച്ച് നാളെ അവരൊക്കെ കിടക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.